ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്ടിക്സ് ഇരിക്കുമ്പോൾ തന്നെ ആദ്യ മത്സരത്തിന് മുമ്പ് തന്നെ നമ്മൾ ടാക്ടിക്സിന്റെ തംബ്നെയിൽ പോലും നമ്മൾ കൊടുത്തിരുന്നത് റോക്കോ സഖ്യം, റോക്കോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 മത്സരത്തിൽ നമ്മൾ തംബ്നെയിൽ ഏതാണ്ട് റോക്കോ എന്നായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് ഫോം ആയില്ല. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ രോഹിത് ശർമ്മ ഫോമായി, വിരാട് കോഹ്ലി ഡക്കിന് പുറത്താവുന്നു. ആദ്യത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലി 8 പന്തിലെ ഡക്ക്, കഴിഞ്ഞ മത്സരത്തിൽ 4 പന്തിലെ ഡക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിന്നത് ഒരുപക്ഷെ രോഹിത് ശർമ്മയായിരിക്കും. നമ്മൾ പോലും ഇനി അങ്ങനെ ഒരു തമ്പ് നമുക്ക് അടിക്കാൻ പറ്റുമോ എന്നുള്ള ലൈനിലാണ് ചിന്തിച്ചത്. ഈ മത്സരത്തിൽ വിരാട് കോഹ്ലി ആദ്യ റണ്ണി മിഡോണിലേക്ക് തട്ടിയിട്ടിട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ആഘോഷ പ്രകടനമുണ്ട്. കാരണം ആദ്യ റണ്ണാണ്, അതൊരു സെഞ്ചുറി അടിച്ച പോലെ അദ്ദേഹം ആഘോഷിക്കുന്നു. പിന്നെ ഒരു 33 നിൽക്കുന്ന സമയത്ത് എല്ലിസിന്റെ ഒരു LBW വളരെ നാരോയിൽ അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ടെന്നാണ്. പിന്നെ അദ്ദേഹം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്നതാണ് കണ്ടത്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുന്ന സമയത്ത് രോഹിത്തിനേക്കാൾ ഏറ്റവും അധികം ആഘോഷിച്ചത് കോഹ്ലിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ തോളിൽ കയറ്റി നിൽക്കുന്ന ആ ചിത്രമൊക്കെ ഐക്കോണിക് ആയിട്ട് എക്കാലവും ഓർമ്മിക്കപ്പെടും. മത്സരത്തിന് ശേഷമൊക്കെ രോഹിത് ശർമ്മയും കോഹ്ലിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഓസ്ട്രേലിയക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം അവരുടെ ചരിത്രത്തിലെ ഒരു ശരിക്കും പ്ലേ ഗ്രൗണ്ട് പോലെ, ഒരു ഹോം ഗ്രൗണ്ട് പോലെയൊക്കെ അവർ കളിച്ചിരുന്ന ഒരു മണ്ണിൽ എത്രയോ ഇതിഹാസ സമാനമായ ഇന്നിംഗ്സുകൾ അവർ കളിച്ചതാണ്. എനിക്കൊന്ന് ഇത് ഒരുപാട് നല്ല മൊമെന്റ്സ്. ഇപ്പം ആരിസ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു മൊമെന്റ് എന്ന് പറയുമ്പോൾ ഈ ദിവസം വിരാട് കോഹ്ലിക്ക് ഒരു മോശം ദിവസം ആയിരുന്നില്ല. കാരണം ഈ ദിവസം വിരാട് കോഹ്ലി തൊട്ടതെല്ലാം പൊന്നായ ഒരു ദിവസമാണ്. കാരണം അദ്ദേഹം ഒരു നല്ലൊരു ക്യാച്ച് എടുത്തു. 0.61 അത്രയാണ് അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ ടൈം. ആ ഒരു സെക്കൻഡിനുള്ളിൽ പിന്നെ മാത്യു ഷോട്ടിന്റെ ഒരു ക്യാച്ച് അദ്ദേഹം എടുക്കുന്നു. ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മളത് ബൗണ്ടറി ആയി എന്ന് കരുതിയ ഒരു ഷോട്ടായിരുന്നു. ആ ഒരു ഷോട്ട് അത്രയും പവർഫുൾ ആയ ഒരു ഷോട്ട് അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കുന്നു. ആ സമയത്തിന് നമ്മൾ ഉറപ്പിക്കുകയാണ് ഇന്ന് വിരാട്ടിന്റെ ദിവസമാണെന്ന് ഉറപ്പിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു എനിക്കൊന്ന് ആ സമയത്ത് പിന്നെ ഈ ചാനലിലെ പരസ്യങ്ങൾ പോലും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇറങ്ങുന്നത് തൊട്ടിട്ട് അവിടം വരെ ഗ്രൗണ്ടിലേക്ക് നടന്നു വരുന്നത് വരെ നമ്മൾ ലൈവായിട്ട് കാണുകയാണ്. ഗാലറിയിൽ മുഴുവൻ ആളുകൾ ക്യാമറയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ മണ്ണിൽ അവരുടെ അവസാനത്തെ കളി, വിരാട് കോഹ്ലിയുടെ കിങ് കോഹ്ലിയുടെ അവസാനത്തെ കളി എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ ആ ഒരു വരവ് ആഡ് പോലും കട്ട് ചെയ്തിട്ട് ചാനൽ കാണിക്കുകയാണ്.